നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇത് നമ്മൾ കണ്ട കളിയൊന്നുമല്ല. ഇതിൽ കൂടെ നിന്ന് ചതിക്കുന്നവരുമുണ്ട്. അത് ഞാൻ തെളിയിക്കും, എങ്ങനെയെങ്കിലും തെളിയിക്കും. നോക്കിക്കോ. അമ്മായി, നമുക്ക് കോടതിയിലേക്ക് പോണ്ടേ? അത് വേണ്ട മോളെ, ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ചെന്ന് നിൽക്കണ്ട. എന്നാലും എനിക്ക് പോണം. പറയുന്നത് കേക്കുമോളെ, അത്ര സുഖമുള്ള സ്ഥലമല്ല ഈ കോടതി എന്ന് പറയുന്നത്. മൂർത്തി, ഒന്ന് വന്നേ. ഏൽപ്പിച്ച അഡ്വക്കേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യില്ലേ? മാഡം, എല്ലാത്തിനും അയാൾ ഓക്കെയാണ്, കാശും കൊടുത്തിട്ടുണ്ട്. റിമാൻഡില് വെക്കണം. അവൻ ജയിലിലേക്ക് പോണം. പിന്നെ ജയിൽവാസം സ്ഥിരമാക്കാന്നുള്ളതാ. അതിനുള്ള മാർഗം നമുക്ക് നോക്കാം. താൻ പോയിട്ട് വിളിക്കും. ശരി മാഡം. അമ്മായി, നമുക്ക് വീട്ടിലേക്ക് പോവാം മോളെ. അമ്മായി, മോളവിടെ പൂജാമുറിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കണം. അച്ഛനെ രക്ഷിക്കാൻ പറയണം. ദൈവം കാക്കും മോളെ, കാത്തോളും. മോളുവാ. മോളെ, പനി ഇതുവരെ കുറഞ്ഞിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഞാൻ എങ്ങോട്ടേക്കുമില്ല. മോളെ, അമ്മ പറയുന്ന ഒന്ന് കേക്ക്. പനി ഇങ്ങനെ വച്ചോണ്ടിരുന്നൂടാ. അമ്മ പറയുന്ന കേക്ക്. എന്താ പനിക്ക് ഒരു കുറവുമില്ല. അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം. അതിനിങ്ങനെ വാശി പിടിച്ച് കിടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണ്ട. താൻ എന്തിനാ കഥ ഈ വാശി കാണിക്കുന്നത്? ആരോടെ തന്റെ ഈ വാശി? ഇവിടെ ആരെങ്കിലും തന്നെ ഉപദ്രവിച്ചോ? എന്തെങ്കിലും പറഞ്ഞോ? മോളെ, മോളിവിടെ എത്ര സ്മാർട്ടായിട്ട് നടന്നിരുന്ന കുട്ടിയാ. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം വന്നത്? അതെല്ലാവരും വിഷമിപ്പിക്കുമെന്ന് മോൾക്ക് അറിഞ്ഞൂടെ? മോള് നവീനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകും. അമ്മ പറയുന്നത് കേക്ക്. എനിക്ക് പോവണ്ടെന്ന് പറഞ്ഞ പോണ്ട. അതിന് എന്നെ ആരും നിർബന്ധിക്കാൻ വേണ്ട. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോ അമ്മാവനും മാണിക്കുഞ്ഞും പറയുന്നത് പോലെ ഇവിടെ ഒന്നല്ല 2 ഗാഥയുണ്ടെന്ന് എനിക്ക് സംശയം തുടങ്ങി. ഇത്തരത്തിലുള്ള പെരുമാറ്റം കാണുമ്പോ വേറെ എന്താ കരുതേണ്ടത്? എടാ, അവരൊക്കെ പറയുന്നത് സത്യമാണോ? മറ്റാർക്കും മനസ്സിലാവാത്ത രീതിയിൽ താൻ കരുതി കൂട്ടി പെരുമാറുന്നതാണോ? അതോ തന്നെ പോലെ വേറൊരാളുണ്ടോ? നാണല്ലോ നവീൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഞാനെന്താ ഇവിടെ നാടകം കളിക്കാൻ വന്നതാണോ? നവീൻ എന്റെ കഴുത്തില് താലി കെട്ടിയിട്ട് ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിലേ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാ. ഈ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങള് നവീനും മനസ്സിലാക്കണ്ടേ? ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ ഒരു ശാപം എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എല്ലാം ഈ കുടുംബം കാരണം വന്നതാ. അതിനിടയില് ഞാൻ എത്ര നേർന്നുണ്ടെന്ന് നവീൻ എന്താ മനസ്സിലാക്കാത്തെ? ഇപ്പൊ തന്റെ മുഖത്ത് കാണുന്ന ഈ ഭാവം ഉണ്ടല്ലോ, മറ്റുള്ള ആരെയും തിരിച്ചറിയാത്തൊരു ഭാവം. അതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത്. അത് താൻ എങ്ങനെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയത്തില്ല. എന്നെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഗാഥയുണ്ട്. അവൾക്ക് താനിപ്പോ പെരുമാറുന്ന രീതിയിൽ പെരുമാറാൻ ഒരിക്കലും പറ്റത്തില്ല. എന്റെ സങ്കടം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി എനിക്ക് അവനെ കുറ്റം പറയാൻ പറ്റില്ല മോളെ. അവന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇത്രയും കാലം തുടർന്നു പോവില്ലായിരുന്നു. അത്രയ്ക്ക് ക്ഷമിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് എന്റെ മോൻ.
ദുബായ് മാമ. എന്താ മോളിക്കുട്ടി? ദേ കൃഷ്ണ വരുന്നുണ്ട്. അച്ഛന് ജാമ്യം കിട്ടിയോ മോളെ? അറിഞ്ഞൂടാ. അതെന്താ മോള് കോടതി പോഞ്ഞേ? വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേറെ ആരും അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആര്? സത്യവതിയമ്മായി. അതൊരു പുതുമയാണല്ലോ. കോടതിയിൽ ഹാജരാക്കും മുമ്പേ ആരെങ്കിലും കോടതി പോയാൽ എന്താ കുഴപ്പം? അങ്ങനെ എല്ലാരും പോകുന്നതാണല്ലോ. അത് കോടതിയിലെ അവസ്ഥക്കറിഞ്ഞ് ഞാൻ പേടിക്കുന്നു കരുതിയിട്ടാ. എന്നാ പിന്നെന്താ അവര് പോവാത്തത്? ആ മൂർത്തി എന്താ പറഞ്ഞു വിടാത്തത്? ബാക്കിയെല്ലാം ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ആര് പറഞ്ഞു? അത് അവര് പറഞ്ഞല്ലേ? അതൊന്നും സത്യമായിരിക്കില്ല. അച്ഛന്റെ കാര്യത്തിൽ അമ്മായി എന്തിനാ കള്ളം പറയുന്നേ? എനിക്ക് അവരെ മുമ്പേ പിടിച്ചിട്ടില്ല. ഇതിനിടയിലൊക്കെ അവരുടെ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്. അവരും ആ മൂർത്തിയും കൂടെ ചേർന്ന് എന്തോ ഒരു ചതി നടത്തുന്നുണ്ട്. ഇല്ല ഗോപാലമാമ, അവരങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം കുടുംബം ഉണ്ടായിട്ട് പോലും അച്ഛനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ കൂടെ നിൽക്കുന്നേ? കൂടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം സ്നേഹമാണെന്ന് ആര് പറഞ്ഞു? വേറെന്തെങ്കിലും ആണെങ്കിലോ? വേറെ എന്താ മാമൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക മക്കളെ. എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി പോയനല്ലോ കോടതിയിലേക്ക്. കാര്യം എന്താണെന്ന് നേരിട്ട് അറിയാമായിരുന്നല്ലോ. ഇപ്പൊ നമ്മളിനി അങ്ങോട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. ആ സമയമൊക്കെ കഴിഞ്ഞു. ഓരോരുത്തർ പറയുന്നത് വിശ്വസിച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നാ ഇങ്ങനൊക്കെ പറ്റും. അച്ഛന് ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ? സാധാരണഗതിയിൽ ജാമ്യം കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച് കേട്ടിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. മാമനൊന്ന് വെറുതെ ഇരുന്നേ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അനിയൻ സാറിനെ ജയിലിലേക്ക് കൊണ്ടുപോവില്ലേ? അതാണോ അവളോട് പറയുന്നേ? കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും എന്ന് കരുതി മനസ്സിൽ തോന്നുന്നത് പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇത് നമ്മൾ കണ്ട കളിയൊന്നും അല്ല. ഇതിൽ കൂടെ നിന്ന് ചതിക്കുന്നവരും ഉണ്ട്. അത് ഞാൻ തെളിയിക്കും. എങ്ങനെയെങ്കിലും തെളിയിക്കും. നോക്കിക്കോ. നീ മാമൻ പറയുന്നതൊന്നും കാര്യാക്കണ്ട. സാറിന് ജാമ്യം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ മോളിക്കുട്ടി. അമ്മായി പറയുന്നത് അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ചിലപ്പോ ഞാൻ അച്ഛന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ അച്ഛനെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചേനെ അല്ലേ? ഇനി അതും പറഞ്ഞു തുടങ്ങിക്കോ. ഈ നടന്നത് എന്തെങ്കിലും നിന്റെ കുറ്റം കൊണ്ടാണോ? നീ ഒന്ന് റിലാക്സ് ആയി കൃഷ്ണ. കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ, അച്ഛൻ ഇങ്ങ് വരും. അപ്പൊ തീരും നിന്റെ വിഷമമൊക്കെ.